മാമച്ചും പുറകിലും കയറി തുടങ്ങി. നിറച്ചാലും വികാരവും വിചാരങ്ങളും ഒക്കെ ഇല്ലടാ, മനുഷ്യനല്ലേ. ചേട്ടായിക്ക് ഡൽഹിയിലൊക്കെ നല്ല പരിചയമുള്ളതല്ലേ? പിന്നെ എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു. എന്നാ ഞാൻ ഇറങ്ങിക്കോ. പൈസ വേണ്ട, നീ വെച്ചോ. പേടിക്കണ്ട, ചോദിച്ചോളൂ. നല്ല ആളോടാ സംശയം ചോദിക്കണേ. അല്ല, എന്താ ചേട്ടന്റെ ഉദ്ദേശം? പ്രത്യേകിച്ച് ഉദ്ദേശമൊന്നുമില്ല. ഉദ്ദേശം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ദയവ് ചെയ്ത് പുറകെ നടന്ന് ഉപദ്രവിക്കരുത്. ഉപദ്രവിക്കില്ല, ജസ്റ്റ് കാണണം, സംസാരിക്കണം മാത്രമേ കരുതിയുള്ളൂ. ഇനിയിപ്പോ എന്തെങ്കിലും തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ ഇരുന്ന് സംസാരിക്കാം. ഇരുന്ന് സംസാരിച്ചു തീർക്കാൻ ഇത് രാഷ്ട്രീയമൊന്നുമല്ലല്ലോ. അല്ല, താല്പര്യമില്ലെന്ന് ചാച്ചൻ അന്നേ പറഞ്ഞതല്ലേ? അതെ. ഇത്രയും പ്രായവ്യത്യാസം എന്നൊക്കെ പറഞ്ഞാൽ ആരെങ്കിലും സമ്മതിക്കോ? ഇല്ല. ഇനിയിപ്പോ എനിക്ക് ഇഷ്ടാന്ന് പറഞ്ഞാൽ തന്നെ ചാച്ച സമ്മതിക്കും തോന്നുന്നുണ്ടോ? അറിയില്ല. അതുകൊണ്ട് നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാൻ പുറകെ നടന്ന് ഇനി എന്നെ ഉപദ്രവിക്കരുത്. ഇല്ല, സോറി, ഇല്ലാന്ന് പറയാനാ. മോളെ എന്നാടാ നിനക്ക് എന്നാ വേണ്ടേ? എന്റെ കൊച്ചിനെയാ കണ്ട തെണ്ടികളുടെ കൂടെ കിണുങ്ങാൻ നടക്കുന്നു. ഓടി വിട്ട് അന്ന് നിന്നെ വീട്ടിൽ നിന്ന് തല്ലിയിറക്കി വിടാതിരുന്നതേ എന്റെ മര്യാദ കൊണ്ടാ. എന്ത് യോഗ്യതയാടാ നിനക്കുള്ളത്? തുണിയും പോക്കി പിടിച്ച് തെക്ക് വടക്ക് തെണ്ടി നടക്കുന്നത്. ഒരു രാഷ്ട്രീയക്കാരൻ വന്നിരിക്കുന്നു. ഡാ, ആദ്യം ഒരു വാർഡ് മെമ്പറെങ്കിലും ആവാൻ നോക്ക്, എന്നിട്ട് കല്യാണം കഴിക്കാൻ നടക്ക്. നാട്ടിൽ കേട്ടിട്ടില്ലാത്തൊരു പാർട്ടിയായിട്ട് ഇറങ്ങിയിരിക്കുന്നു. എന്റെ മോളുടെ കൺവെട്ടത്തന്നെ കണ്ടാലുണ്ടല്ലോ, നീ അറിയൂ കേട്ടോ. എന്റെ മോളുടെ കൈ കയറി പിടിച്ച കണ്ടില്ലേ അവൻ? അവന്റെ ഒരു രാഷ്ട്രീയം ഞാൻ വെച്ചേക്കില്ല അവനാ. പോയി ചത്തുടടാ. നീ എന്നാ താമസിച്ചേ? വണ്ടി താമസിച്ചാ വന്നേ. പിന്നെ അമ്മയുടെ പഴയ ആ ഫ്രണ്ടിനെ കണ്ടു. ആള് വിടുന്ന ലക്ഷണമല്ല കേട്ടോ. നിന്നോട് വല്ലതും പറഞ്ഞോ? കൊറേ ദിവസമായിട്ട് പുള്ളി എന്റെ മുമ്പിലും പുറകിലുമായിട്ട് നടപ്പല്ലേ. ഒരു രക്ഷയില്ലെന്ന് കണ്ടപ്പോ ഞാൻ നിർത്തിക്കോളാൻ പറഞ്ഞു. പുള്ളി എന്നാ പറഞ്ഞു? പുള്ളി നമ്മള് വിചാരിച്ച പോലല്ല, പാവാ. പറഞ്ഞു കഴിഞ്ഞപ്പോഴാ ഓർത്തെ വേണ്ടായിരുന്നു. നീ വരെ വേണ്ടാതീനോ പറഞ്ഞോ? എവിടെ, ഞാൻ അങ്ങനെ പറയോ? ഒന്നുമില്ലേലും അമ്മയുടെ ഫ്രണ്ട് അല്ലേ. നീ അകത്ത് പോ. അതിനിടയ്ക്ക് അപ്പൻ കയറി വന്നു. കൊറേ ചീത്ത പറഞ്ഞു പാവത്തിന്. അല്ല, അങ്ങേരെ തന്നെ കെട്ടിയാൽ എന്താന്നാ ഞാൻ ആലോചിക്കുന്നേ. അമ്മ എന്ത് പറയുന്നു? നിന്ന് കൊഞ്ചാതെ അകത്ത് കയറിപ്പോ. മോളിക്കുട്ടിക്ക് കൊണ്ടു. ഇന്നേക്ക് 14 ദിവസമായി നീ എന്നോട് മിണ്ടിയിട്ട്. ഇനി വാശി കാണിച്ചാൽ എനിക്കും കാണിക്കാൻ അറിയാം. അപ്പനെ പാമ്പ് കടിച്ചെന്ന് പറഞ്ഞ് നീ എന്നതിനത്ര വേഷം കിട്ടിയേ? ഓഹോ, അപ്പൊ അപ്പനെ പാമ്പ് കടിക്കാത്തതാണോ നിന്റെ വിഷമം? എടി, നിന്റെ നോട്ടം കണ്ടതൊന്നല്ലേ ഞാൻ എന്തോ കരുതിക്കൂട്ടി ചെയ്താന്ന്. നിന്റെ അപ്പന്റെ മുമ്പിൽ ഒരു വിലയുണ്ടായിക്കോട്ടെ കരുതി ചെയ്തല്ലേ. അതിങ്ങനെയൊക്കെ ആവും ഞാൻ കരുതിയോ? അല്ല, അമ്മയ്ക്ക് എങ്ങനെയുണ്ട്? എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. രണ്ടെണ്ണം അടിച്ചേച്ച് പറയാം. നീ ആ ഈശോപ്പന്റെ അടുത്ത് വിട്ടൊരു മിലിറ്ററി കിട്ടുമോ നോക്ക്. ആ ശരി എന്നാ. അതെ, വക്കപ്പനോട് പറഞ്ഞേര് ഞാൻ വരുന്നുണ്ട്. അപ്പൻ ഇനി നിന്നെ കണ്ട കൊല്ലും. പിന്നെ കൊല്ലും. അതിനുള്ള കൽപ്പൊന്നും അയാൾക്കില്ല. രാജ്യം വരണമേ, അങ്ങയുടെ സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാണമേ. ആഹാരം നിങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റിയവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയെന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും അങ്ങയുടേതാവുന്നു. ആമേൻ. മകളെത്തിച്ചോട്ടെ. അപ്പനിപ്പോ നന്മ പറഞ്ഞു പറയണേ, നിനക്ക് സ്വസ്തി, കർത്താവ് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും. വ്യക്തികളെയും കുടുംബങ്ങളെയും നശിപ്പിക്കുന്ന മദ്യപാനാസക്തിയെ രാവിലെ പള്ളി ചെന്ന് നാക്ക് നീട്ടി മുന്നിൽ നിൽപ്പട്ടാവും. ദൈവമേ, ഗൗനിച്ചേക്കണേ. അല്ലേ വേണ്ട, 1-ാം തീയതി ഇങ്ങോട്ട് തന്നെ വരണ്ടേ. കർത്താവെ മറന്നേ.
നിർത്തടാ. സിറ്റുവേഷൻ അനുസരിച്ച് പറഞ്ഞ കിട്ടാ. വേണ്ട വേണ്ട. ഛേ, ആകെ നാണക്കേടായിപ്പോയി. അത് കൂട്ട് പരത്തെറിയ അയാൾ എന്നെ പറഞ്ഞ്, അതും അവളുടെ മുമ്പിൽ വെച്ച്. മാമച്ചന് വിഷമായത് എനിക്കറിയാം. അത് പോട്ടെന്നേ. അതിപ്പോ നിങ്ങൾ ഈ ആദ്യമായിട്ട് പ്രേമിക്കുന്നോണ്ടാ. അടുത്ത തവണ ഒരു പ്രശ്നം ഉണ്ടാവില്ല. ആദ്യമായിട്ടോ? ആ ഞാനോ? ആ എടാ പാച്ചാ, നീ ജനിക്കുന്നതിന് മുമ്പ് തുടങ്ങിയതാ ഞാൻ ഈ പണി. നിന്റെ പെങ്ങള് ജാൻസി അടക്കം 6 പേരെ പ്രേമിച്ചിട്ടുണ്ട് ഞാൻ. അവളുടെ ആങ്ങളായതുകൊണ്ടല്ലടാ പരത്തെന്റെ ആയിട്ട് നിന്നെ ഞാൻ കൂടെ കൊണ്ടു നടക്കുന്നു. മാമച്ചാ അതിലൊരുത്തി എന്നെ മൈൻഡ് ചെയ്തില്ല എന്നുള്ളത് സത്യം. സ്വാഭാവികം. അത് പിന്നെ ഒരു പെണ്ണും എന്റെ മനസ്സിൽ കയറിയിട്ടില്ല. ദയവായിട്ട് കാണിച്ചു തന്നാണ് അവളെ. അല്ലേ പിന്നെ അച്ഛൻ എന്നെ വലിച്ചേറ്റ് പള്ളി കൊണ്ടോട്ട് വല്ല കാര്യമുണ്ടോ? അതുകൊണ്ട് തന്നെ ഇത് നടക്കുമെന്നാ ഞാൻ കരുതിയത്. നടക്കും മാമച്ചാ. വിവാഹം അങ്ങ് മേടി സ്വർഗത്തിൽ വെച്ച് നടക്കുന്നല്ലേ നമ്മുടെ ബൈബിളിൽ പറഞ്ഞേക്കുന്നേ. പോടാ. ഇതേതാടാ വണ്ടി? ഇതോ? ഇത് ഡസ്റ്റർ. നല്ല മൈലേജാ. അതല്ലടാ, ആരുടെ വണ്ടിയാന്ന്? അത് നിങ്ങക്ക് മനസ്സിലായില്ലേ? നമ്മുടെ മരിച്ചുപോയ മാത്തൻ ചേട്ടന്റെ ദൂർത്തുപുത്രനില്ലേ, പണ്ട് ഒളിച്ചോടി പോയ ചാർലി. അവൻ ബോംബെ പോയി കുറെ കാശുണ്ടാക്കി വന്നതാ. ഇപ്പൊ ആ പേട്ട് സൈമന്റെ വീടും പറമ്പ് വാങ്ങിച്ച അവിടെയാ താമസം. ചാർലിയുടെ പുതിയ കൂട്ടുകാരായിരിക്കുന്നറിയോ? ആ ജോസും അമ്മാവനോ കൊച്ചാപ്പിയും. അവൻ അങ്ങനെ തന്നെ വേണം. ആ 14 വർഷം ഈ ഒരു ദിവസം സ്വപ്നം കണ്ടോണ്ടാ ഞാൻ എല്ലാ ദിവസവും ഉറങ്ങിയിരുന്നു. തിരിച്ചിവിടെ വരുമ്പോ എല്ലാവരും ഉണ്ടാവും കരുതിയതാ. പക്ഷേ ഉണ്ട് ചാർലി, ഞങ്ങൾ എല്ലാവരും ഉണ്ട്. എന്തും ഇങ്ങനെ പഞ്ചായത്തൊക്കെ ആയിട്ട് നടന്നാ മതിയോ ജോസേ? നോക്കുന്നുണ്ട്. രാഷ്ട്രീയമല്ലേ? നോക്കാം. അല്ല, ഇവിടെ ഇപ്പൊ മാമച്ചനെ ഒതുക്കേണ്ട വരുമല്ലേ? ഓ, അത് ഒതുക്കാൻ മാത്രമൊന്നുമില്ല. ചുമ്മാ ഇങ്ങനെ തേച്ചു മെണിക്ക് നടക്കുന്നേ ഉള്ളൂ. എന്നാ ഓരോന്നും കൂടെ ഒഴിക്കാൻ പാ. വേണ്ട വേണ്ട, സ്റ്റോപ്പ്. ഹലോ, അത് പറ്റില്ല. തലയ്ക്ക് വെളിവും കാലിന് ബലമുള്ള ഒരാള് പോലും ഇവിടെ വിട്ട് പോകാൻ പാടില്ല. കഴിക്കണേ ബോധം പോണവരെ കഴിക്കണം, അല്ലെങ്കിൽ ഈ പണിക്ക് നിൽക്കരുത്. ഓ, ഇങ്ങോട്ട് കൊണ്ടുപോവാ. ചാർലി, ഇങ്ങനെയൊക്കെ അങ്ങ് പോയാ മതിയോ? കല്യാണം കഴിച്ചൊരു കുടുംബമൊക്കെ ആവണ്ടേ? സത്യം പറഞ്ഞ ഈ വരവിന് അങ്ങനെ ഒരു ഉദ്ദേശം കൂടെ ഉണ്ട്. ഒരു നല്ല കുട്ടിയെ കണ്ടുപിടിച്ച് കല്യാണം കഴിക്കും. ഈ പണം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ഓട്ടത്തിനിടെ ജീവിക്കാൻ മറന്നു. അക്കാര്യം ഞങ്ങളേറ്റി. അതെ, നമ്മുടെ പോസ്റ്റ്മാൻ ജോർജിന്റെ ഇടൽ മകളിന്റെയോ? അവളെ നമുക്കൊന്ന് ആലോചിച്ചാലോ? അവളല്ലേ സെന്റ് ജോർജ് ബസിലെ കിളിയുടെ കൂടെ ഒളിച്ചോടി പോയത്. അതിന്റെ പിറ്റേ ദിവസം തന്നെ അവളെ തിരിച്ചു വന്നില്ലയോ? രാവിലെ മുറ്റടിയും ഞാൻ കണ്ടതാ. അന്നാ കുഴപ്പമുണ്ടാവൂല. ചേച്ചേ, അതൊന്നും ശരിയാവത്തില്ല. നമ്മുടെ വറീദിന്റെ മുകളിൽ ആ കുട്ടിയൊന്നും ആലോചിച്ചത്. അത് ശരിയാവത്തില്ല. എന്താ ശരിയാവത്തെ? അതിന് എന്നാ കൂടെ അയാളെ കയ്യിലുള്ളേ? അതല്ല. അത് പോട്ടെ, പെണ്ണെങ്ങനെയുണ്ട്? ചരക്ക, പക്ഷെ കിട്ടപ്പോലൊന്നുമില്ല. നല്ല കുട്ടിയാന്നേ. എനിക്ക് വേണ്ടതോ തന്നെ. നിങ്ങളൊന്ന് ആലോചിക്ക്. പെൺകുട്ടി 10 മാറ്റ. അതിന് നീ ചോദിച്ചു നോക്കിയുണ്ടോ? സ്വന്തമായിട്ടുള്ളത് ഉറച്ചു നോക്കാൻ പറ്റിയിട്ടില്ല. അതിപ്പോഴും പണയത്തില. എന്താണ് പിന്നൊരു കുറവുള്ള എന്താന്ന് വെച്ചാ മാമച്ചനൊന്ന് പെണ്ണ് കണ്ടതാ. അത് അന്നേ ആ പെണ്ണിന്റെ വീട്ടുകാർ വേണ്ടാന്ന് പറഞ്ഞാന്നേ. പക്ഷെ മാമച്ചൻ ഇപ്പോഴും അവളുടെ പുറകെ തന്നെ. സംഗതി പാൽപ്പായസാണേലും പട്ടി നക്കാ പോയില്ലേ? നിങ്ങളും നോക്ക്. മാമച്ചന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. എന്നാവാ? എവിടെ പോന്ന്? ഇരിക്ക്. അല്ല, ഞങ്ങൾ പോയിട്ട് ഇതൊന്ന് സംസാരിച്ചിട്ട് വരട്ടെ. അത് നാളെ എങ്ങനെ സംസാരിക്കാന്നേ? ഇതൊന്നും അങ്ങനെ നാളത്തേക്ക് വെക്കാൻ പറ്റില്ല ചാർലി. നിങ്ങൾ ചെല്ല്. നീ വരുന്നില്ലേ? നിങ്ങൾ പോയി നടത്തിയിട്ട് വാ, ഞാനിതൊന്ന് കടത്താം. നടക്കുവോ? കഴിഞ്ഞില്ലടവേ. ഇപ്പൊ കഴിയും മാമിച്ച. ചേട്ടൻ പതുക്കെ വെട്ടിയാ മതി ചേട്ടാ. പോയിട്ട് വേറെ പണിയൊന്നും ഇല്ലല്ലോ. പോടാ. മാമച്ചോ, എന്നാ ഉണ്ട് വിശേഷം? കൊറേ നാളായല്ലോ കണ്ടിട്ട്. ഡൽഹിയിലേക്ക് എങ്ങനെ? എല്ലാരും സുഖമായിട്ടിരിക്കുന്നോ? പിന്നെ നിന്റെ പാർട്ടിക്കാര് ഡൽഹിയിൽ ക്ലച്ച് പിടിക്കാത്തോണ്ട് അവിടെ എല്ലാവർക്കും നല്ല സുഖമാ. നീ വന്നേ. എന്നാടാ നിനക്ക് എന്നാടാ ഒരു സന്തോഷമില്ലാതെ? സന്തോഷിക്കുന്നതിന്റെ അപ്പച്ചാത്തൊന്നുമില്ലല്ലോ. ഓ, നിനക്ക് ഭയങ്കര സന്തോഷം തരുന്നൊരു കാര്യം ഞാൻ പറയട്ടെ. നീ കെട്ടാൻ നടന്നൊരു പെണ്ണില്ലേ, ഏത് നമ്മുടെ വറീദിന്റെ, അവിടെ കല്യാണം ഞങ്ങൾ എല്ലാവരും കൂടി അങ്ങ് ഉറപ്പിച്ചു. ഇന്നേ വരെ നീ എനിക്കിട്ട് തന്നിട്ടുള്ള എല്ലാ പണിക്കും ഒരു മറുപണിയായിട്ട് ഇതിനെ കാണണം. നമ്മളെ കൊണ്ട് ഇത്രയൊക്കെ പറ്റൂ. പിന്നെ അവളെ കെട്ടാൻ പോകുന്നതേ നിന്നെപ്പോലൊരു തൈക്കിളവനല്ല, യൂത്തനാ, യൂത്തൻ. ചാർലി, ഒന്ന് ഇവിടം വരെ വരൂ.
ഇതാണ് ഞാൻ പറഞ്ഞ സാധനം. മാമച്ചൻ വലിയ പുള്ളിയാ. ഡൽഹി കണ്ടുപിടിച്ച ആളാ. ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിൽ മാറ്റിവെക്കാൻ പറ്റാത്തൊരു അധ്യായം നിൽക്കുന്നത്. ഹായ്, ഐ എം ചാർലി. മാമച്ചൻ മാമച്ചൻ എന്നെ ഒന്ന് സഹായിക്കണം. എന്റെ അപ്പം മരിച്ചപ്പോ എന്നെ അറിയിക്കണമെന്ന് ആഗ്രഹിച്ച ഒരേ ഒരാള് മാമച്ചനാ. ഒരുപാട് അന്വേഷിച്ചല്ലേ. മാമച്ചൻ അറിയാലോ എനിക്ക് ഇവിടെ അങ്ങനെ ആരും ഇല്ലെന്ന്. അതുകൊണ്ട് എന്റെ അപ്പന്റെ സ്ഥാനത്ത് നിന്ന് മാമച്ചൻ എനിക്ക് കല്യാണം നടത്തി തന്നെ. ഇപ്പോ ഇച്ചിരി സന്തോഷായില്ലേ? കാണാം.